നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മാലാക്കെ കാണാൻ, അഞ്ജിതെ കാണാൻ. ഓ, അപ്പൊ അഞ്ജിതെ കാണാൻ പോവാണോ? അതെ, ഞാനും അഞ്ജിതെ കാണാൻ പോവാ. കള്ള, എന്നിട്ടാണ് എന്നെ കൂട്ടാണ്ട് പോണല്ലേ? സോറി ഏട്ടാ. വേണ്ടി വന്ന സിദ്ധാർത്ഥനെ ആനന്ദിനെ ഒരുമിച്ച് വീഴ്ത്തും. ഭദ്ര, അറിയാലോ അല്ലേ, ഭദ്രൻ ഇതൊന്നും പുത്രിയല്ലെന്ന്. ദേവിക എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിലേ വേറെ ആരും അവളെ വിവാഹം കഴിക്കാൻ വരാത്ത രീതിയിൽ ചീത്തപ്പേരുണ്ടാക്കാൻ എനിക്കറിയാം. ഭദ്ര, ഞാൻ നിന്റെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, എണീക്കാൻ. നിങ്ങളുടെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട, കേട്ടല്ലേ? നിങ്ങൾ നല്ല ഒന്നാം തരം അവസരവാദിയാ. സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. അതിപ്പോ എനിക്ക് മനസ്സിലായി. കാല് വാരുന്ന സ്വഭാവം കൊണ്ട് നിങ്ങളിനി എന്റെ മുന്നിൽ വരരുത്. വന്നാൽ ഋഷിക്കുണ്ടായ ആക്സിഡന്റിന് പിന്നിൽ നിങ്ങളാണെന്ന് എല്ലാവരും അറിയും. അബി, എങ്ങോട്ടോ അബി? അത് ഞാനൊന്ന് പുറത്തേക്ക് പോയേട്ടാ. പുറത്തേക്ക് പോവാണോ? എന്നാ ഞാൻ വരട്ടെ. ഏട്ടൻ എന്തിനാ വരുന്നേ? അബി, എനിക്ക് എന്റെ മലയെ കാണണം അബി. ഈ രാത്രിയിലോ? എനിക്കിപ്പൊ തന്നെ കാണണം. രാത്രിയിൽ മാലാക്കെ കണ്ട എന്താ പ്രശ്നം? അല്ല, അത് നാളെ മാലാക്കി കണ്ടാ പോരെ? പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. നാളെ കാണണ്ട, എനിക്ക് ഇപ്പൊ തന്നെ കാണണം അബി, പറ. ഈ രാത്രി തന്നെ വേണോ? വേണം, എനിക്കിപ്പൊ തന്നെ പോണം. ഏട്ടാ, ഏട്ടൻ ഇപ്പൊ നല്ല കുട്ടിയായിട്ട് പോയി കിടന്നുറങ്ങ. മാലാക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. അയ്യോ, പറ്റില്ല, അതൊന്നും പറ്റില്ല. എനിക്കിപ്പൊ തന്നെ കാണണം. എനിക്കിപ്പൊ തന്നെ മലയെ കാണണം. എനിക്ക് മാലയൊക്കെ കാണണം അബി. അബി, എനിക്കിപ്പൊ തന്നെ മലയെ കാണണം അബി. പ്ലീസ് എന്നെ കൊണ്ടോ അബി, എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോ. ശരി, ബഹളം വെക്കണ്ട, കൊണ്ടുപോവാം. എന്നെ കൊണ്ടുപോ. ആ, കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? ഏയ്, ഏട്ടാ, എന്റെ പൊന്നേട്ടാ, ബഹളം വെച്ച ആളെ കൂട്ടല്ലേ. നമുക്ക് രഹസ്യമായിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ശരി, എന്നാ ഒച്ച ഉണ്ടാക്കാതെ കൂടെ വന്നേ. അല്ല, അബി എങ്ങോട്ടാ പോണെന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാനും ഏട്ടന്റെ മാലാക്കയുടെ വീട്ടിലേക്കാ. അബി എന്തിനാ എന്റെ മാലാകയുടെ വീട്ടിൽ പോണേ? അത് എന്റെ മാലാക്കെ കാണാൻ, അഞ്ജിതെ കാണാൻ. ഓ, അപ്പൊ അഞ്ജിതെ കാണാൻ പോവാണോ? അതെ, ഞാനും അഞ്ജിതെ കാണാൻ പോവാ. കള്ള, എന്നിട്ടാണ് എന്നെ കൂട്ടാണ്ട് പോണല്ലേ? സോറി ഏട്ടാ. അല്ല, ഇതെന്താ അബി? ഇത് അഞ്ജതിക്ക് കൊടുക്കാനുള്ള സമ്മാനമാ. ഡയമണ്ട് റിംഗ്. പക്ഷെ എനിക്ക് എന്റെ മാലയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും സമ്മാനം വേണ്ടേ? അതിനെന്താ, പോകുന്ന വഴിക്ക് ഏട്ടൻ ഇഷ്ടപ്പെട്ട സമ്മാനം മാലാഖയ്ക്ക് വേണ്ടി നമുക്ക് വാങ്ങാം. എന്താ, ഓക്കെ അല്ലേ? എന്നാ പിന്നെ ശബ്ദം ഉണ്ടാക്കാതെ വേണം നമുക്കിവിടുന്ന് പോവാൻ. ആരും കാണാൻ പാടില്ല. പതുക്കെ വാ.
ആ നീയേ ഈ ടിഡി ബിയറും കൊണ്ട് അവളുടെ വീടിനകത്ത് സൂത്രത്തിൽ കയറണം. എന്നിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ ദേവികയുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അടുത്ത് ഇത് വെക്കണം. ശരി. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ. അല്ല സാറേ, ഈ പാവന്തിന് ഇത്ര രഹസ്യമായിട്ടാ കൊച്ചിന്റെ റൂമിൽ കൊണ്ടുവെക്കുന്നേ? ഇപ്പോഴെങ്കിലും നീ അത് ചോദിച്ചല്ലോ. നീ എന്താ ഇത് ചോദിക്കാത്തെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. അല്ല, ഞാൻ ചോദിച്ചാ സാറ് വഴക്കുറയുമെന്ന് വിചാരിച്ച്, അതാ ചോദിക്കാൻ. എന്നാ കേട്ടോ, ഞാൻ പറയാം. എടാ, ഇത് വെറും പാവയല്ല. ഇതിന്റെ കണ്ണുകളിൽ ഞാൻ ഒളിക്യാമറ വെച്ചിട്ടുണ്ട്. അതെന്തിനാ സാറേ? മോഹൻലാലിന്റെ പടം പിടിക്കാൻ. എടാ, എന്തിനാ ഒളിക്യാമറ വെക്കുന്നേ? ദേവികയുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ എന്തിനാ? ഓ, മനസ്സിലായി. മനസ്സിലായല്ലേ? എന്നാ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ശരി. എടാ, നിക്ക്. അതെ, ക്യാമറ എന്റെ ഫോണുമായിട്ട് കണക്ട് ആവുന്ന ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇനി പോയിക്കോ. ഓക്കെ, പറഞ്ഞു മറക്കണ്ട. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ. ഓക്കെ. അഞ്ജിതയുടെ കല്യാണം നടക്കുന്നതില് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവക്ക് പൊന്നാരൻ തോട്ടത്തെ മരുമകളാകാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷെ ഒരു വശത്ത് ചിന്തിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഇവള് പോയാ പിന്നെ എനിക്ക് ആരാടാ ഉള്ളത്? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അമ്മേ? നിങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവക്ക് പകരം ആവില്ലല്ലോ. ഞങ്ങള് രണ്ടുപേരും ഒരു കൂട്ടിലെ കിളികളെ പോലെയല്ലേ ഇവിടെ കഴിഞ്ഞിരുന്നേ? അതേത് കിളി? എടാ, ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ തമാശ പറയരുത് കേട്ടാ. അമ്മ പറയാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.